സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. സുരേഷ് ഗോപി വിചാരണ നേരിടണം. CPI നേതാവിന്റെ ഹർജിയിലാണ് നടപടി. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു, വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. അജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചെയ്യും. അജ്ഞ, ഇത് സുരേഷ് ഗോപി ഈ വിചാരണ റദ്ദാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ വിചാരണ വേണ്ടിവരും, കോടതി തീരുമാനിക്കും. തീർച്ചയായിട്ടും രഞ്ജിത്ത്, AYF തൃശൂർ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് ബിനോയ് എസിന്റെ ഹർജിയിന്മേലാണ് ഹൈക്കോടതിയുടെ നടപടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കൌസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. സുരേഷ് ഗോപി നടപടി നേരിടണം. മതവികാരം ഇളക്കിയാണ് സുരേഷ് ഗോപി വോട്ടുകൾ നേടിയത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി നൽകിയ ഉപഹർജി അതായത് പരാതി നിലനിൽക്കില്ല എന്നുള്ള ഉപഹർജിയായിരുന്നു. ആ ഉപഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ സുരേഷ് ഗോപി CPI നേതാവിന്റെ ഹർജിയിൽ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർജിക്കാരൻ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യം അനുസരിച്ചിട്ട് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നുള്ളതാണ്. മാത്രമല്ല, വോട്ടർമാർക്ക് പെൻഷൻ എത്തിക്കുന്ന കാര്യത്തിൽ പല വോട്ടർമാരുടെയും അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ എത്തിച്ചെന്ന തെളിവുണ്ട്. വോട്ടർമാർക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകിയതിന് തെളിവുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സമ്മാനങ്ങളും കൈക്കൂലിയും നൽകിയാണ് സുരേഷ് ഗോപി വോട്ട് നേടിയത്. അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് പ്രചാരണത്തിനെത്തിയ AP അബ്ദുള്ളക്കുട്ടി ശ്രീരാമ ഭഗവാന്റെ പേരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് നൽകണമെന്നാണ് വോട്ടർമാരോട് ആവശ്യപ്പെട്ടത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AYF നേതാവ് ബിനോയ് എസിന്റെ ഹർജി അങ്ങനെയാണ്. അത് മാത്രമല്ല, സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ സുഹൃത്ത് മുഖേന സുരേഷ് ഗോപി വോട്ടർമാർക്ക് പെൻഷൻ നൽകിയത്, അതിന് കൃത്യമായ തെളിവുണ്ട്. ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയതിന് തെളിവുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്നാണ് AYFന്റെ നേതാവിന്റെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.